നമ്മുടെ പ്രശ്നം 10% പക്ഷെ നമ്മുടെ ചിന്ത 90% സത്യല്ലേ? അപ്പൊ പ്രശ്നമല്ല പ്രശ്നം, ചിന്തയാണ് പ്രശ്നം. പഠിക്കണ്ടേ നമുക്ക്? ടെൻഷൻ ഫ്രീ ആവണ്ടേ? അതിനെന്ത് ചെയ്യാം? ഒരു ചെറിയ സംഭവം, പക്ഷെ അതിന് നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, ടെൻഷൻ കൂട്ടുന്നു കുറയ്ക്കുന്നു, ആ ഒരു സംഭവത്തെക്കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കാണുന്നു, ഞാൻ സംസാരിച്ചില്ല, പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, അവൻ തിരക്കായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും അത്. രണ്ടാമത്, അവൻ എന്നോട് ദേഷ്യത്തിലാണ്, അപ്പോൾ ടെൻഷൻ സ്വാഭാവികമായിട്ടും കൂടും. അടുത്തത്, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, വീണ്ടും എന്തായി? ടെൻഷൻ കൂടും. സംഭവം ഒന്നാണ്, പക്ഷെ പല രീതിയിൽ ചിന്തിച്ചു. ടെൻഷൻ കൂട്ടി, ടെൻഷൻ കുറച്ചു. അത് പല വ്യക്തികളിലും ടെൻഷൻ കൂടി കുറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് അതിനകത്ത് റിലാക്സ് ആയിട്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? പലപ്പോഴും പ്രശ്നത്തെക്കാളും വലുതാകുന്നത് മെന്റൽ റിപ്ലൈ ആണ്. ആ പ്രശ്നം നമ്മുടെ മനസ്സിലാണ് കിടന്ന് പിന്നെ അങ്ങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളത് വീണ്ടും വീണ്ടും ഓർക്കും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നിങ്ങനെ ചിന്തിക്കും. എന്താകും എന്ന് നമ്മൾ ഭയപ്പെടാൻ തുടങ്ങും. അടുത്തത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ 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 പുകയാൻ തുടങ്ങും. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഏതെങ്കിലും ഒരു സംഭവമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. സംഭവം പ്രശ്നം അവസാനിച്ചിട്ടും നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പുകച്ചോടിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻ എന്നതിൽ നിന്ന് വാട്ട് ആം ഐ തിങ്കിങ്, എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഉള്ളതിലുപരിയായി ഞാൻ എന്താണ് ചിന്തിച്ചത് എന്ന് മനസ്സിലാക്കണം. രണ്ട് നമ്മൾക്ക് സെപ്പറേറ്റ് ആക്കാൻ പഠിക്കണം. എനിക്കൊരു അവസരം കിട്ടിയില്ല, നമുക്കതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാം? എനിക്ക് ഒരിക്കലും അവസരം കിട്ടില്ല എന്നാണെങ്കിൽ നിരാശയല്ലേ? അപ്പോൾ ശ്രമം കുറയും. അവിടെ ഇവന്റ് സെയിം തന്നെ, പക്ഷെ തോട്ട്സ് മാറ്റുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ അവസരം പോയി, അടുത്ത അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ കുറയാൻ തുടങ്ങും, പ്രതീക്ഷ വരുന്നു, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 100% തോട്ട്സും പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല, ഒരു റിയലിസ്റ്റിക് തിങ്കിങ് ആണ് വേണ്ടത്. എനിക്ക് പ്രശ്നമില്ല എന്നല്ല, പ്രശ്നമുണ്ട്, പക്ഷേ എനിക്ക് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഞാൻ ചിന്തിക്കുകയാണ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ആ ചിന്ത ശരിയാണോ? അല്ല. ഞാൻ എൻ്റെ നിയന്ത്രണത്തിലല്ല, പക്ഷേ എൻ്റെ പ്രതികരണം എൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്സ്, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്, ആ ഫാക്റ്റ് മാത്രം ചിന്തിക്കാം. അതിനെക്കുറിച്ച് ഞാൻ എന്താണ് പറയുന്നത്, എൻ്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്, ഞാൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലതും ഏറ്റവും ചെറിയതുമായ ഒരു ആക്ഷൻ എന്താണ്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിനെ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല, അതായത് പ്രശ്നങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല, പക്ഷേ നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമുണ്ട്. അതെന്താ? മനസ്സിനെ എവിടേക്ക് എങ്ങനെ കൊണ്ടുപോകണം, അത് നമ്മുടെ കയ്യിലാണ്. അത് ശ്രദ്ധിക്കുമല്ലോ. ആ മനസ്സിനെ കറക്റ്റായ രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാം.